മേരി സെലസ്റ്റ് കപ്പൽ കേസ് ലോകത്തിലെ ഏറ്റവും വലിയ കടൽ ദുരൂഹതകളിലൊന്നാണ്. ഇത് ഒരു ബ്രിഗന്റൈൻ 2 പായ്മരങ്ങളുള്ള കപ്പലായിരുന്നു. 1872 ഡിസംബർ 4-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അസോറസ് ദ്വീപുകൾക്ക് സമീപം ആൾക്കാരില്ലാതെ ഒഴുകിനടക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. ദുരൂഹമായ കണ്ടെത്തൽ 1872 നവംബർ 7-ന് ന്യൂയോർക്കിൽ നിന്ന് ഇറ്റലിയിലെ ജനോവയിലേക്ക് പുറപ്പെട്ടതാണ് മേരി സെലസ്റ്റെ. ബ്രിട്ടീഷ് കപ്പലായ ഡി ഗ്രേഷ്യ ആണ് മേരി സെലസ്റ്റയെ അനിയന്ത്രിതമായി ഒഴുകി നടക്കുന്നത് കണ്ടത്. ഡി ഗ്രാറ്റിയയിലെ ആളുകൾ കപ്പലിൽ കയറി പരിശോധിച്ചപ്പോൾ അതിൽ ആരുമില്ലായിരുന്നു. കപ്പൽ നല്ല നിലയിലായിരുന്നു. ഭാഗികമായി പായ്മരങ്ങൾ വിരിച്ചിരുന്നു. കപ്പലിന്റെ ലൈഫ് ബോട്ട് കാണാതായിരുന്നു. മേരി സെലസ്റ്റയുടെ അവസാനത്തെ ലോഗ്ബുക്ക് എൻട്രി 1872 നവംബർ 25-നാണ് അസോറസിലെ സാന്താ മരിയ ദ്വീപിനടുത്തായിരുന്നു അന്നത്തെ കപ്പലിന്റെ സ്ഥാനം രേഖപ്പെടുത്തിയിരുന്നത്. കപ്പലിലെ മദ്യത്തിന്റെ കാർഗോയ്ക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല. 6 മാസത്തോളം ഉപയോഗിക്കാനുള്ള ഭക്ഷണവും വെള്ളവും കപ്പലിലുണ്ടായിരുന്നു. കപ്പലിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരാട്ടത്തിന്റെയോ അക്രമത്തിന്റെയോ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് ഈ സംഭവത്തെ കൂടുതൽ ദുരൂഹമാക്കി. കപ്പലിലെ യാത്രികർ ക്യാപ്റ്റൻ ബെഞ്ചമിൻ എസ്. ബ്രിഗ്സ്, ഭാര്യ സാറ, അവരുടെ 2 വയസ്സുകാരിയായ മകൾ സോഫിയ, 7 കപ്പൽ ജീവനക്കാർ എന്നിവരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരാരെയും പിന്നീട് കണ്ടിട്ടില്ല. ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ദുരൂഹതയും സിദ്ധാന്തങ്ങളും. ആളൊഴിഞ്ഞ നിലയിൽ എന്നാൽ കേടുപാടുകളില്ലാതെയും ആവശ്യത്തിന് സാധനങ്ങളോടെയും ഒരു കപ്പൽ ഉപേക്ഷിക്കപ്പെട്ടത് നിരവധി സിദ്ധാന്തങ്ങൾക്ക് വഴിയൊരുക്കി. കൊള്ളയോ കലാപമോ? കപ്പലിൽ കൊള്ളയോ കലാപമോ നടന്നിരിക്കാമെന്ന് ആദ്യകാല അന്വേഷണങ്ങൾ സംശയിച്ചിരുന്നു. എന്നാൽ കപ്പലിൽ ഒരു പോരാട്ടത്തിന്റെയും അടയാളങ്ങളില്ലാത്തതും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉപേക്ഷിക്കപ്പെട്ടതും ഈ സിദ്ധാന്തങ്ങൾക്ക് വിശ്വസനീയത ഇല്ലാതാക്കി. മദ്യത്തിന്റെ നീരാവിയും സ്ഫോടനവും. കപ്പലിലെ മദ്യത്തിന്റെ കാർഗോയിൽ നിന്ന് ബാഷ്പശീലമുള്ള നീരാവിയുണ്ടായി. ഒരു ചെറിയ സ്ഫോടനത്തിന് കാരണമായി അല്ലെങ്കിൽ വലിയ സ്ഫോടന ഭീഷണി ക്യാപ്റ്റനും ജീവനക്കാരും ഭയന്നു എന്നതാണ് ഏറ്റവും പ്രചാരമുള്ള ഒരു സിദ്ധാന്തം. ഇത് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും അവരെ ലൈഫ് ബോട്ടിൽ കപ്പൽ താൽക്കാലികമായി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കാം. പിന്നീട് ലൈഫ് ബോട്ട് വേർപെട്ടുപോയതോ കടലിൽ മുങ്ങിപ്പോയതോ ആകാം. കുറച്ചൊഴിഞ്ഞ ബാരലുകൾ കണ്ടെത്തിയത് ഇതിന് ചെറിയൊരു സൂചന നൽകുന്നുണ്ടെങ്കിലും സ്ഫോടനത്തിന്റെ കാര്യമായ കേടുപാടുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. പ്രകൃതി പ്രതിഭാസങ്ങൾ. വാട്ടർ സ്പൗട്ട്, കടൽ ചുഴലി. ഒരു കടൽ ചുഴലി കപ്പലിനെ ബാധിച്ചിരിക്കാം. ഇത് കപ്പലിൽ വെള്ളം കയറാൻ ഇടയാക്കുകയും കപ്പൽ മുങ്ങുകയാണെന്ന് ക്യാപ്റ്റൻ തെറ്റിദ്ധരിക്കുകയും ചെയ്തിരിക്കാം. കടൽ ഭൂകമ്പം. പെട്ടെന്നുണ്ടായ ഒരു കടൽ ഭൂകമ്പം കപ്പലിനെ അക്രമാസക്തമായി ഉലയ്ക്കുകയും കപ്പൽ തകർന്നു വീഴുകയാണെന്ന് ജീവനക്കാർ ഭയപ്പെടുകയും ചെയ്തിരിക്കാം. നാവിഗേഷൻ പിഴവും മുങ്ങൽ ഭയവും. കപ്പലിന്റെ ക്രോണോമീറ്ററിനോ മറ്റ് നാവിഗേഷൻ ഉപകരണങ്ങൾക്കോ തകരാറ് സംഭവിച്ചിരിക്കാമെന്നും ഇത് ക്യാപ്റ്റൻ ബ്രിഗ്സിനെ കപ്പൽ മുങ്ങാൻ പോകുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കാമെന്നും ഒരു സിദ്ധാന്തമുണ്ട്. അദ്ദേഹം ലൈഫ് ബോട്ടിൽ കപ്പൽ ഉപേക്ഷിക്കാൻ ഉത്തരവിട്ടതിനു ശേഷം എന്തെങ്കിലും അപകടം സംഭവിച്ചതാകാം. ഇൻഷുറൻസ് തട്ടിപ്പ്. 1872-ലെ സംഭവത്തിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല. മേരി സെലസ്റ്റെ പിന്നീട് 1885-ൽ ഇൻഷുറൻസ് തട്ടിപ്പിനായി മനഃപൂർവ്വം മുക്കിയെടുത്തിട്ടുണ്ട്, മറ്റൊരു ക്യാപ്റ്റന്റെയും ഉടമകളുടെയും കീഴിൽ. എന്നാൽ 1872-ലെ സംഭവം ഇതിൽ ഉൾപ്പെടുന്നില്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാധാന്യം. മേരി സെലസ്റ്റ് കേസ് ഇന്നും ഒരു അവിസ്മരണീയമായ ദുരൂഹതയായി നിലകൊള്ളുന്നു. സാഹിത്യത്തിലും സിനിമകളിലും മറ്റു മാധ്യമങ്ങളിലും ഇത് ഒരു പ്രേതക്കപ്പലായും ഒരു അജ്ഞാത നഷ്ടത്തിന്റെ പ്രതീകമായും നിരവധി തവണ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ ബ്രിഗ്സിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കപ്പലിലെ ജീവനക്കാർക്കും എന്താണ് സംഭവിച്ചതെന്ന സത്യം ഇന്നും കടലിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നു.